നഗരത്തിൽ മോഷ്ടാക്കൾ തെരുവു നായ്ക്കളെ വ്യാപകമായി വിഷം വെച്ച് കൊലപ്പെടുത്തുന്നതായി പരാതി. 25ഓളം നായ്ക്കളെയാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത്. മൃഗസ്നേഹികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ മറവു ചെയ്ത തെരുവു നായ്ക്കളുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞതായും പോലീസ് പറഞ്ഞു. ഇക്കഴിഞ്ഞ 16-ാം തീയതി പുലർച്ചെയാണ് ആലപ്പുഴ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ 20-ലധികം നായ്ക്കളെ വിഷം കൊടുത്ത് കൊന്ന നിലയിൽ കാണപ്പെട്ടത്. ഇതിന് പിന്നിൽ ചില സാമൂഹ്യ വിരുദ്ധരോ മോഷ്ടാക്കളോ ആണെന്നാണ് പൊതുവെ മൃഗസ്നേഹികൾ പറയുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടവർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. നായ്ക്കളെ കൊല ചെയ്തത് മോഷ്ടാക്കളാണെന്നാണ് പരാതിക്കാർ പറയുന്നത്. അതിൻ്റെ തലേദിവസം അവിടെ ഒരു മോഷണ ശ്രമം നടന്നിരുന്നു. ഈ പഴവീട്ടിലുള്ള 5 നായകളാണ് അവരെ ഓടിച്ചപ്പോഴത്തേക്ക് അയാൾ ഓടിപ്പോയി. അപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ നായ്ക്കൾ പോയി കഴിഞ്ഞാൽ ഞങ്ങളിനി ഇവിടെ സുരക്ഷിതമല്ല എന്ന്. കഴിഞ്ഞ ദിവസം കളർകോട് ഇതുപോലെ ഒരു 25ഓളം നായ്ക്കൾ അമ്പലത്തിൻ്റെ ഭാഗത്ത് മരിച്ചു കിടന്നു. പക്ഷെ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു മോശം ഒരു പ്രവണത അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ നടക്കേണ്ടവർക്ക് ഈ തെരുവിൽ നിൽക്കുന്ന നായ്ക്കൾ അസൗകര്യമാണ്. ഉപദ്രവകര നായ്ക്കളൊന്നും അല്ലേ. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്ക സമയത്ത് കടവോട് തിരുവമ്പാട് സ്കൂളിൽ വന്ന് താമസമാക്കിയ നായ്ക്കളാണിത്. സ്കൂളിന് സമീപത്ത് അവിടെയുള്ള ആൾക്കാരാണ് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത്. ഇതുങ്ങളൊന്നും അക്രമകാരികളുള്ള നായ്ക്കളും ആരും അല്ല. ഇവരാരും സാമൂഹ്യവിരുദ്ധരാണ് പൊതുവെ ഇതിന് വിഷം കൊടുക്കാറുള്ളത്. പക്ഷേ ഇത് ആസൂത്രണമായിട്ട് ചെയ്തതാണ്. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡ് മുതൽ പഴവീട് വരെയുള്ള ഭാഗങ്ങളിലാണ് വിഷം കൊടുത്തിരുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നഗരസഭാ ശ്മശാനത്തിൽ മറവ് ചെയ്ത നായ്ക്കളുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. ആലപ്പുഴ മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. നോക്കാതൊന്നും പറയാൻ പറ്റിയല്ല. സാധാരണഗതി അല്ലല്ലോ ഇത്. അപ്പോൾ നോക്കാതെ പരാതി എങ്ങനെയാണോ അതനുസരിച്ച് പ്രൊസീഡ് ചെയ്യും. ഞങ്ങളെല്ലാവരും ഉണ്ട്, നോക്കട്ടെ. ഇങ്ങനെയാണ് റിക്വസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. നായ്ക്കളെ കൊലപ്പെടുത്തിയ ശേഷം ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി മോഷണം നടന്നതായി നാട്ടുകാരും പറയുന്നു. തെരുവു നായ്ക്കൾ രാത്രികാലങ്ങളിൽ തെരുവോരങ്ങളിൽ ഇറങ്ങുന്നതോടെ മോഷ്ടാക്കൾക്കും അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് മാഫിയകൾക്കും പോലീസിനെ വെട്ടിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം തെരുവു നായ്ക്കൾക്കെതിരെ നടത്തുന്ന പരാക്രമങ്ങൾക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യവിരുദ്ധരാണെന്നും ഇവർ പറയുന്നു. പോലീസ് ഇത് പരിശോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും പോലീസ് മറ്റു നടപടികളിലേക്ക് പോകുക. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.